എണ്ണ കാച്ചാനായിട്ട് നമുക്ക് ആദ്യം കുതിർത്ത ഉലുവ വേണം, ചെറിയ ഉള്ളി വേണം, തുളസി ഇല വേണം, ചെമ്പരത്തിപ്പൂവ്, പനിക്കൂർക്ക, ആര്യവേപ്പില, കറിവേപ്പില, നെല്ലിക്ക, കറ്റാർവാഴ എന്നിവയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ കറ്റാർവാഴയിൽ മുള്ളു പോലെ ഇരിക്കുന്ന രണ്ട് സൈഡ് നമുക്ക് കുറച്ചൊന്ന് ചെത്തിക്കളയാം. രണ്ട് സൈഡ് നമ്മൾ കളഞ്ഞ് താഴ്ഭാഗം കൂടെ ഒന്ന് ചെത്തിക്കളയാം. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഇതിന് നമുക്ക് എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് മിക്സിയുടെ ജാറിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയും നെല്ലിക്കയും നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിടാം. 1/2 കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ കാച്ചാനായിട്ട് എടുക്കുന്നത്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ആയല്ലോ, അപ്പോൾ ചെറുതായിട്ട് മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് കുറച്ച് അരി ഇട്ട് കൊടുക്കാം ആയി നിറയാനായിട്ട്. അരിയൊക്കെ ഏകദേശം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശമൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഈ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ എണ്ണ ഏകദേശം ആയി, കാച്ചിയ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി എണ്ണ തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കാച്ചിയ എണ്ണ. ഇതേപോലത്തെ ഒരു ബോട്ടിലും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു കളറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.